ദേശീയ വാർത്തകളിൽ നിന്നും ഇനി നമുക്ക് കേരളത്തിലെ ഗവർണർ സർക്കാർ പോരിലേക്ക് പോകാം. ഗവർണർക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര സേനയുടെ സുരക്ഷയെ ഏറെ ഗൗരവത്തോടെയാണ് സർക്കാരും CPM-ഉം കാണുന്നത്. തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഗവർണർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ചയാകും. ഗവർണർ സർക്കാർ പോര് വീണ്ടും രൂക്ഷമായി തുടരുമ്പോൾ ഗവർണർക്ക് മേലുള്ള നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. രാജ്ഭവനും ഗവർണർക്കും ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രസേനയുടെ സുരക്ഷയെയും ഗൗരവമായിട്ടാണ് സർക്കാരും CPM-ഉം നോക്കിക്കാണുന്നത്. അതേസമയം CRPF സുരക്ഷയെ സംബന്ധിക്കുന്ന നിയമന ഉത്തരവ് കേരള സർക്കാരിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. രാജ്ഭവന് മാത്രമാണ് കേന്ദ്ര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതിനെയും വളരെ പ്രാധാന്യത്തോടെയാണ് പാർട്ടി കാണുന്നത്. CRPF വന്നതുകൊണ്ട് പ്രതിഷേധങ്ങളൊന്നും അവസാനിക്കില്ലെന്നും പ്രതിഷേധങ്ങളെല്ലാം ആര് വന്നാലും നടക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. CRP ഉള്ളതുകൊണ്ട് പട്ടാളം വന്നുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കുമോ? പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല. അതിൽ പട്ടാളോ അതുപോലെ തന്നെ പോലീസോ ആണോ, അല്ല വേറെ സെൻട്രൽ ഫോഴ്സോ ആണോ അതിന് തടസ്സമായി നിൽക്കുക? സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളുടെ വിലയിരുത്തൽ റിപ്പോർട്ട് എല്ലാ മാസവും കേന്ദ്ര മന്ത്രാലയത്തിന് ഗവർണർ നൽകാറുണ്ട്. ഇത്തവണ ഗവർണർ കടുത്ത നിലപാട് റിപ്പോർട്ടിൽ സ്വീകരിക്കുമെന്ന കാര്യത്തിലും CPM-ന് സംശയമില്ല. നാളെ നിയമസഭയിൽ തുടങ്ങുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയെ ഇടതുമുന്നണി ഗവർണർക്കെതിരെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുന്ന LDF MLA-മാർ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം. അതേസമയം CPM കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന യോഗത്തിൽ ഗവർണർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ചും ഡൽഹി സമരത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.